ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാഗ് ഡിസൈനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു ഡിസൈൻ ചെയ്തൊരു ബാഗാണ്. അപ്പം ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ബാഗ് ഡിസൈനിങ് എന്ന് പറയുമ്പം അത് ഒരു വലിയൊരു മേഖലയാണ്. ഇപ്പോൾ കണ്ടില്ലേ, പല ടൈപ്പ് ബാഗ്സ് ഉണ്ട്, പലതും പല മോഡലാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, പിൻട്രസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തപ്പുക, ഇൻസ്പിറേഷൻസ് എടുക്കുക. കണ്ടോ, ബാഗ്സ് ആൻഡ് സ്മോൾ ലെതർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പല ടൈപ്പ് കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇതിൽ ഏത് മോഡൽ ബാഗ് വേണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ബാഗിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക ഷേപ്പ് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെ എന്താ പറയുക നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാഗാക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ക്യാൻവാസ് 3000 × 3000 പിക്സൽസ് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 300 DPIയിൽ വെക്കുന്നുണ്ട്. നമുക്ക് 112 ലെയേഴ്സ് കിട്ടും, അത് മതി. ഓക്കെ, അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യണേ. ഞാൻ ഈ ഒരു ക്യാൻവാസ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് ബാഗ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്ന് ഒരു ബാഗിൻ്റെ ഒരു ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു ബാഗ് ഞാനിപ്പം ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്നെല്ലാം വരയ്ക്കുക. നമുക്ക് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം, നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാഗ് ആക്കിയിട്ടെല്ലാം മാറ്റാം. ഓക്കെ, ഇതിൽ കളറും ചെയ്യാം, എന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഞാൻ ഈ ലെയറിൻ്റെ ഒപ്പേസിറ്റി എപ്പോഴും പറയാറുള്ള പോലെ ഒപ്പേസിറ്റി കുറയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത്ര ഒപ്പേസിറ്റിൻ്റെ ആവശ്യമില്ല. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഒപ്പേസിറ്റി കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ വേറൊരു ലെയർ ഞാൻ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇങ്കിങ്ങിൽ ടെക്നിക്കൽ പെൻ എടുക്കുകയാണ് കേട്ടോ. സ്റ്റുഡിയോ പെന്നോ ടെക്നിക്കൽ സ്റ്റുഡിയോ പെൻ എടുത്താലും കുഴപ്പമില്ല. ഏതെങ്കിലും ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റിയ ഒരു പെൻ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഇതിന് നമുക്ക് ഇനി ഒരു ബേസ് കളർ കൊടുക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബ്രൗൺ വേണേൽ ബ്രൗൺ കൊടുക്കാം, ഗ്രീൻ കളർ കൊടുക്കാം, റെഡ് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം, എന്തും കൊടുക്കാം. ഞാനിവിടെ ഗ്രീനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. സോ നമ്മളിവിടെ ജസ്റ്റ് ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷെയ്ഡിങ് പരിപാടികളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു ഡാർക്കർ വേർഷൻ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സോഫ്റ്റ് ബ്രഷ്, ഇനി എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണ് സോഫ്റ്റ് ബ്രഷ്, അതെടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ഓരോ ലെയേഴ്സിലായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലൊരു ലെയർ എടുത്തു. എന്നിട്ട് ജസ്റ്റ് ക്ലിപ്പിംഗ് മാസ്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ.
സിപ്പർ ബ്രഷസിൻ്റെ ട്യൂട്ടോറിയലെല്ലാം ഓൾറെഡി എടുത്തതാണ് കേട്ടോ. അപ്പം ആദ്യം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം കേട്ടോ. ശ്രദ്ധിച്ച് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക കേട്ടോ. അത് ഒരു സിൽവർ കളർ ഒരു ഇനി എല്ലാം ഷെയ്ഡിങ് ആണ് കേട്ടോ. ഷെയ്ഡിങ്ങിലാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സൈഡിലൊക്കെ നല്ല ഗ്രീൻ കളറിൽ, നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്യുക. നടുവിലായിട്ട് കുറച്ച് നമ്മൾ ബേസ് കളറ് കാണുന്ന രീതിയിൽ കുറച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് എന്തൊക്കെയാണ് ഷെയ്ഡിങ് ചെയ്യേണ്ടതെന്നും എല്ലാം. അപ്പോൾ ഇത് മുന്നിലേക്കൊരു പേഴ്സ് പോലെ ആ ഒരു സിപ്പർ ഏരിയ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ആ ലൈൻസ് വരുന്ന സ്ഥലത്തെല്ലാം നല്ലോണം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ഡാർക്കൻ ചെയ്യുക. അതിനേറ്റവും ബെസ്റ്റ് സോഫ്റ്റ് ബ്രഷ് തന്നെയാണ്. അപ്പം അത് വെക്കുക, ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് പിന്നെ കുറച്ചൊരു ലൈറ്റ് വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലും നമ്മൾ ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളറും അതുപോലെ നമ്മുടെ ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് മാറി മാറി കൊടുത്ത് ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ബാഗിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുൻഭാഗം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അത് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ മുന്നിൽ ഇതുപോലൊരു ലെതറി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ആ റിഫ്ലക്ഷൻ വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ബാഗ് നല്ല ഭംഗിയിലായിട്ട് വരും. ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പം നല്ല വൃത്തിക്കായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്കിതിൽ കുറച്ച് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചേഞ്ചസൊക്കെ ഇതിൽ വരുത്താം. ഇപ്പോൾ നമുക്കൊരു
എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഇത് കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഏരിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഗ്രേ കളറ് ഫില്ല് ചെയ്യാണ് കേട്ടോ. അപ്പം സെലക്ഷൻ ടൂൾ എടുത്ത് റെക്റ്റാങ്കുലർ സെലക്ഷൻ ചെയ്യുക, ഗ്രേ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ സെൻറ്ററിലേക്കാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എഴുതണമെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ പേര് ഷഹാന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിഷാൻ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ വെച്ചിട്ടൊരു SN എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ ഞാനിപ്പോൾ ഉണ്ടാക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ആഡ് ടെക്സ്റ്റ് കൊടുത്തു. ആഡ് ടെക്സ്റ്റിൽ ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് സ്പേസിങ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ബോർഡറൊക്കെ കൊടുക്കാം. ഇതിനാദ്യം ബോർഡർ കൊടുക്കാം. ഓക്കെ, ഇത് ബോർഡർ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും മേർജ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ലെയർ എടുക്കുക. അതെന്ത് ചെയ്യാം, ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എയർ ബ്രഷ് എടുത്തിട്ട് ഷെയ്ഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇത് ഒരു ഞാനിപ്പം എനിക്ക് തോന്നിയ രീതിയിൽ ഡിസൈൻ ചെയ്തതാണ്. ഇതിൽ കുറച്ചും കൂടെ പണികളുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു ഇതിൻ്റെക്കാളൊരു ലൈറ്റായിട്ടുള്ള വൈറ്റിലേക്ക് പോകേണ്ട എന്നാൽ ലൈറ്റ് കളർ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ് ബ്രഷ് നോക്കാം. അങ്ങനെ നമ്മളൊരു ബാഗ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പം വെറും ഡ്രസ് ഡിസൈനിങ് മാത്രമല്ല, അവിടെ എല്ലാം വരും. ഇവിടെ എന്തും പോകുമെന്ന് പറഞ്ഞ പോലെ അവിടെ ആക്സസറീസ് ഡിസൈനിങ്ങും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അതിൽ ബാഗ് ഡിസൈനിങ് വരും, ജ്വല്ലറി ഡിസൈനിങ് വരും, ഹെഡ് വെയർ വരും, ഫുഡ് വെയർ വരും, അങ്ങനെ ഹാൻഡ് വെയർ വരും. പല ടൈപ്പ് സംഭവങ്ങളും ഇതിൽ വരും. അപ്പോൾ ഈ ബാഗ് ഡിസൈനിങ് തന്നെ ഹാൻഡ് ഇല്ലസ്ട്രേഷൻ നമുക്ക് പെയിൻറ്റിങ് അങ്ങനെ ചെയ്തെടുക്കാം, അതുപോലെ ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തന്നു എന്ന് മാത്രം. ഓക്കെ, ഇതന്നെ പല ടൈപ്പ് ബാഗ്സ് ഉണ്ട്. ഞാൻ കാണിക്കാം എങ്ങനെ. ഫസ്റ്റ് കാണിച്ചല്ലോ ഓൾറെഡി. പല ടൈപ്പ് ബാഗ്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പിൻട്രസ്റ്റ് പോലത്തെ ഓരോ സൈറ്റ്സ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കുക, എന്നിട്ട് ഇൻസ്പിറേഷൻ എടുക്കുക, എന്നിട്ട് ഇതുപോലെ കളർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒരാളുടെ എടുത്തിട്ട് ചെയ്തതാണ്. ഇതന്നെ നമുക്ക് സ്വയം ചെയ്യാം. ഓക്കെ, നമുക്ക് സ്വയം തന്നെ വരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് ബാഗ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി വരുന്ന വീഡിയോസിൽ ഓരോ ടൈപ്പ് ബാഗ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ബാഗ്സ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയമാണ്, 3:15 അപ്പോൾ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാൻ എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. ഇനി പോയിട്ടില്ലെങ്കിൽ പണിയാവും. അപ്പോൾ ബൈ ബൈ.